ആസിയ ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തേങ്ങ അരച്ച് വറ്റിച്ചെടുത്തൊരു മീൻ കറിയാണേ. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. 10 ചെറിയ ഉള്ളി, 15 വറ്റൽ മുളക്, 1/2 ടീസ്പൂൺ വറുത്ത ഉലുവ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവയെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാമേ. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കുറച്ച് വെള്ളവും ചേർത്ത് ഒരുപാട് പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുക്കേണ്ട, നമുക്ക് ചെറിയ തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുക്കാമേ. ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാമേ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് കട്ട് ചെയ്തതും, വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളേ. ചെറിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാമേ. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരപ്പ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണേ. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണേ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാമേ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മീനൊന്നും ഉടഞ്ഞു പോകാതെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാമേ. നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ മുകളിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കറി കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റും കൂടെ ഈ ചട്ടിയിൽ തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ മീൻ കറി നല്ലതുപോലെ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.